കാലവർഷം എത്താറായതോടെ കടലാക്രമണ ഭീതിയിലാണ് ചെല്ലാനം കണ്ണമാലി മേഖലയിലെ ജനങ്ങൾ. ടെട്രാപോഡ് ഉപയോഗിച്ച് പഞ്ചായത്തിലെ കുറച്ച് സ്ഥലങ്ങളിൽ കടൽഭിത്തി നിർമ്മിച്ചെങ്കിലും ബാക്കി സ്ഥലത്ത് നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ വർഷം കടൽക്ഷോഭത്തിൽ വീടുകൾ തകർന്ന കുടുംബങ്ങൾ ഇപ്പോഴും വാടക വീടുകളിലാണ് താമസിക്കുന്നത്. വീടുകളിൽ വെള്ളം കയറി ഉള്ള ഫർണിച്ചറും കംപ്ലീറ്റ് പായ വരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഈ കൊല്ലം എല്ലാം നശിയും. ഇനിയിപ്പോൾ കടൽ കയറുമ്പോൾ എല്ലാം നശിയാണ്. വീണ്ടും നമ്മൾ ഒന്നേന്ന് തുടങ്ങി ഉണ്ടാക്കണേ, പിന്നെ പിറ്റത്തെ കൊല്ലം പോണേണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ കടലിൽ ചടിച്ചാകണം. കാലാവസ്ഥ ഒന്ന് മാറിയാൽ ഇവിടെയുള്ളവർക്ക് ആശങ്കയാണ്. കടൽ ശോഭിച്ച് എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ വീടുകളെ തകർത്തെറിയാം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കടലാക്രമണ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ചെല്ലാനം. ഇവിടുത്തെ ദുരിതമകറ്റാൻ ടെട്രാപോഡ് ഉപയോഗിച്ച് കടൽഭിത്തി നിർമ്മാണം നടത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളിൽ ഒന്നായി ഉയർത്തിക്കാണിച്ച പ്രവർത്തനം. എന്നാൽ കടൽഭിത്തി ചെല്ലാനം പഞ്ചായത്തിലെ മുഴുവൻ മേഖലയിലേക്കും എത്തിയിട്ടില്ല. ഞാൻ ഈ കടൽഭിത്തിയുമായിട്ട് ഒട്ടനവധി പണി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ കടൽഭിത്തി പണി വന്നിട്ട് 25 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. കടലിൽ ഈ കല്ല് കൊണ്ടുവന്നിട്ട് വന്നത് ഭിത്തി ഇവിടെ മാറി മാറി വന്ന പല ആൾക്കാരും ഇതുവരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മിക്കയിടങ്ങളിലും കടൽഭിത്തികൾ തകർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേലിയേറ്റത്തിൽ പോലും ഇവിടങ്ങളിൽ കടൽ വെള്ളം കയറും. നിരവധി കുടുംബങ്ങളാണ് തീരത്തോട് ചേർന്ന് താമസിക്കുന്നത്. കടലിപ്പോൾ കൂടിയിട്ടൊന്നുമില്ല. നേരെ മട്ടിലെ കടലൊന്ന് വേർത്തിട്ട് പോലും ഈ കടൽ അങ്ങനെ തന്നെ കിഴക്കോട്ട് ഒഴുകി വന്ന് ഞങ്ങളുടെയൊക്കെ വീടുകൾ നശിപ്പിക്കണേ. കഴിഞ്ഞ പ്രാവശ്യം കടൽ കയറിയിട്ട് 4 പേരെ ഭാഗ്യമായിട്ട് തകർന്നിരിക്കണേ. മുൻവർഷങ്ങളിൽ കടലാക്രമണത്തിൽ നിരവധി വീടുകളാണ് തകർന്നത്. പലർക്കും വാടക വീടുകളിലേക്ക് താമസം മാറേണ്ടി വന്നു. വരുന്ന വർഷകാലത്തും മറ്റൊരു ദുരന്തം കൂടി നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് കണ്ണമാലിയിലെ ജനങ്ങൾ. ക്യാമറമാൻ മനുകൃഷ്ണക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.